ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. ബിഗ് ബോസിൽ ഇന്ന് അടിപൊളി ഗെയിമാണ് നമ്മുടെ അനീഷ് കാഴ്ചവെച്ചത്. അനീഷ് ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് തന്നെ പറയാം. വേറൊന്നുമല്ല, കാരണം ഈ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്നിരിക്കുന്നവർ ഒരു ബൗളിനകത്ത് നിന്ന് ഒരു ചീട്ട് എടുക്കണം. എന്നിട്ട് ആ ചീട്ടിനകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് ക്യാമറയിൽ കൊണ്ട് കാണിക്കണം. അവർ വീട്ടുകാർ കാണുകയും ചെയ്യരുത്. അതാണ് ടാസ്ക്. അപ്പം ഈ വീട്ടുകാരെ കാണാതെ കാണിക്കുകയും ചെയ്യണം. അതുപോലെ ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും ഓർഡർ അനുസരിച്ച് ക്രമീകരിച്ച് ഇരുത്തുകയും വേണം. അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാക്കി വീട്ടുകാർ കറക്റ്റായിട്ട് ഗസ് ചെയ്ത് ഉത്തരം പറയുകയാണെങ്കിൽ വീട്ടുകാർക്ക് പണി കിട്ടത്തില്ല. മറിച്ച് ഈ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്നിരിക്കുന്നവർക്ക് ഒരു പണി കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്നിരിക്കുന്ന ഒരാൾ മാത്രം ബിഗ് ബോസിൻ്റെ പണിപ്പുരക്കകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അത് ആരാണ് പണിപ്പുരക്കകത്ത് കയറാൻ പറ്റത്തില്ലാത്തതെന്ന് ആണ് അതിൽ കൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ഇത് ബിഗ് ബോസ് വീട്ടിലേക്ക് കുറച്ച് പേരൊക്കെ ആ സമയത്ത് ഇതിലേക്ക് പോകുന്നുണ്ട്, നമ്മുടെ കൺഫെഷൻ റൂമിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഓർഡർ അനുസരിച്ച് ക്രമീകരിച്ച് ഇരുത്തുമ്പോഴത്തേക്ക് ആദ്യമേ ഇരുത്തിയത് നമ്മുടെ ജിസൈലിനെയാണ്. ഏറ്റവും അവസാനം ഇരുത്തിയത് നമ്മുടെ ആര്യനെയാണ്. അന്നേരം വേറെ ബിഗ് ബോസ് വീട്ടിൽ ആരും കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ആ ചീട്ടിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്, ബുദ്ധിശാലി എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ കറക്റ്റായിട്ട് അത് കറക്റ്റ് കാര്യമാണത്. അത് കറക്റ്റായിട്ടാണ് നമ്മുടെ അനീഷ് ഒബ്സർവ് ചെയ്തിട്ട് പറയുന്നത്. കറക്റ്റായിട്ട് തന്നെ അനീഷ് പറഞ്ഞ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് വീട്ടിലെ ഒരാൾ പണിപ്പുരക്കകത്തേക്ക് കയറാൻ പറ്റത്തില്ല. വീട്ടിലുള്ള ആളല്ല, നമ്മുടെ മറ്റേ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന ഒരാൾക്ക് പണിപ്പുരക്കകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അതാരാണെന്ന് വീട്ടുകാരെല്ലാവരും കൂടെ ഏറ്റവും അവസാനം തീരുമാനിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ മസ്താനിയാണ്.